monkey. So guys, once again welcome back. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത് എങ്ങനെ നിങ്ങൾക്ക് എലൈറ്റ് മെഷീനകത്ത് അടിപൊളിയായിട്ടുള്ള ഒരു റൊട്ടേഷനും അതുപോലെ തന്നെ സ്ലൈഡ് ട്രാൻസിഷനും എങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ളൊരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് 2 വീഡിയോയ്ക്ക് മുമ്പായിട്ട് നമ്മൾ ഒരു ബ്ലിങ്ക് എഫക്റ്റിൻ്റെ ട്യൂട്ടോറിയൽ ഇട്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു 50 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോഴത്തേക്ക് പ്രീസെറ്റ് കൊടുക്കുന്നു. അപ്പോൾ 8 ദിവസം കൊണ്ട് തന്നെ 50 സബ്സ്ക്രൈബേഴ്സ് ആയിക്കഴിഞ്ഞു. ആ ഒരു വീഡിയോ 32 സബ്സ്ക്രൈബേഴ്സ് എളുപ്പമാണ് ഞാൻ ഇട്ടത്. അപ്പോൾ ഞാൻ പ്രീസെറ്റ് കൊടുത്തിട്ടുണ്ട്, കമൻറ്റായിട്ട് പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് പോയി നോക്കാവുന്നതാണ്. അപ്പോൾ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഓരോരുത്തരോടും ഈ 55 പേര്, ഞാനിപ്പോൾ വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് 55 സബ്സ്ക്രൈബേഴ്സാണ് ഉള്ളത്. 55 പേരോടും ഓരോരുത്തരോടും വലിയൊരു താങ്ക്സ്. നിങ്ങളല്ലാതെ നമുക്ക് ഇത്രയും എന്തായാലും എത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമുക്ക് ഇനിയും അടിപൊളിയായിട്ടുള്ള ട്യൂട്ടോറിയൽ വീഡിയോസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക, നിങ്ങളെ കൊണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പോയി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കിട്ടാം. ഒത്തിരി സമയം നിങ്ങളെയല്ല, ലെറ്റ്സ് ഗോ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ എലൈറ്റ് മെഷീൻ ഓപ്പൺ ചെയ്തതിന് ശേഷം ഒരു പുതിയ പ്രൊജക്റ്റ് സെലക്ട് ചെയ്യണം. അതിനെപ്പറ്റി റേഷ്യോ ഇത് കൊടുക്കാം. ഓക്കെ, ക്രിയേറ്റ് പ്രൊജക്റ്റ് ക്രിയേറ്റ് ആയി. ഇനിയിപ്പോൾ ഞാൻ 4 ലെയർ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും സമയം നമ്മൾ കളയുന്നില്ല. അപ്പോൾ 4 ലെയർ ഞാൻ പേസ്റ്റ് ചെയ്തു. ഓക്കെ, ഇനി ഫസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റ് നമ്മുടെ ലെയർ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ നിന്നുള്ള സ്റ്റെപ്പ് ഭയങ്കര ക്ലിയർ ആയിട്ട് നോക്കി പഠിക്കുക. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതാണ്. മൂന്ന് ട്രാൻസ്ഫോമിനകത്ത് പോവുക. ഫസ്റ്റ് ഒരു മാർക്കർ ആഡ് ചെയ്യുക, ഇനി എൻഡിലൊരു മാർക്കർ ആഡ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് തന്നെ ഇവിടെ കൊണ്ടുവന്നു, കറക്റ്റ് ഇവിടെ കൊണ്ടുവന്നിട്ട് കുറച്ച് സൈഡിലോട്ടാക്കി തന്നെ വളയാനൊന്നും പാടില്ല. കറയ അതേ ആംഗിളിൽ തന്നെ ഈ ലൈൻ സ്ട്രെയിറ്റ് ആയി, ഈ ബ്ലാക്ക് ലൈൻ ഉണ്ടല്ലോ അത് സ്ട്രെയിറ്റ് ആയിരിക്കണം. അപ്പോൾ ഇങ്ങനെ കൊടുക്കും. ഓക്കെ, ഇനി അതൊന്നുകൂടെ ക്ലിക്ക് ചെയ്തിട്ട് മൂവ് ട്രാൻസ്ഫോമിൽ പോയിട്ട് അതിനകത്ത് ഒരു ഗ്രാഫ് പോലെ സംഭവമുണ്ട്. അതിനകത്തിപ്പം ഇങ്ങനെ ആയിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇങ്ങനെ ആക്കി കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ ആക്കി കൊടുക്കുക. ഇനി ഇതിനകത്തോട്ട് കുറച്ച് എഫക്ട്സ് ആഡ് ചെയ്യാനുണ്ട്. എഫക്ട്സ് ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈൽസ് ആണ്. ഓക്കെ, ടൈൽസ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോട് ആഡ് ചെയ്തതിന് ശേഷം മിറർ ഓപ്പൺ ആക്കി വെച്ചേക്കുക. അതിനുശേഷം ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് എഫക്ട്സ് എടുത്തിട്ട് ആഡ് എഫക്റ്റ് കൊടുത്തിട്ട് ഇവിടെ ബ്ലറിനകത്ത് ചെന്നിട്ട് മോഷൻ ബ്ലർ ഉണ്ട്. ഓക്കെ, അതൊന്ന് ജസ്റ്റ് ആഡ് ചെയ്യാം. സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടെ ആഡ് ചെയ്യാം. ആഡ് ചെയ്തതിന് ശേഷം ക്ലിക്ക് ചെയ്തിട്ട് സ്കെയിലും അതുപോലെ തന്നെ ആംഗിളും ഓഫാക്കി ഇടാം. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ പിക്കിലോട്ട് വരാം. രണ്ടാമത്തെ പിക്കിലോട്ട് വരുന്നതിന് മുമ്പ് ജസ്റ്റ് അതൊന്ന് സൈസ് ഇത്രയും നമുക്ക് വേണ്ട, അത്രയും മതി. അതിനുശേഷം ഒരു ഇച്ചിരി ഇങ്ങോട്ട് ഒന്ന് കയറ്റി വെക്കാം. ഓക്കെ, കയറ്റി വെച്ചതിന് ശേഷം നമ്മൾ എന്താ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലെയർ ക്ലിക്ക് ചെയ്തിട്ട് മൂവ് ട്രാൻസ്ഫോമിൽ ചെന്നിട്ട് ഇവിടെ ഒരു മാർക്കർ ആഡ് ചെയ്യുക. അതായത് ഇങ്ങനെ എൻഡിലൊരു മാർക്കർ ആഡ് ചെയ്യുക, ഇങ്ങനെ എൻഡിലൊരു മാർക്കർ ആഡ് ചെയ്യുക. അതിനുശേഷം ഈ മാർക്കറിലിട്ട് വന്നിട്ട് ഇവിടെ നമ്മൾ അപ്പം മറ്റേത് ഇപ്പുറത്തെ സൈഡിലോട്ടല്ലേ ആക്കിയേ, ഇത് ഈ സൈഡിലോട്ട് കൊടുക്കുക. ഇതിങ്ങനെ കിടന്നോണ്ട് പ്രശ്നമൊന്നുമില്ല. ഞാൻ ഫിൽ സ്ക്രീൻ കൊടുക്കാത്തതുകൊണ്ട് അത്ര ബ്ലാക്ക് ഒന്നും നമുക്ക് ഫിൽ സ്ക്രീൻ കൊടുക്കുക. അപ്പം ഇത്രയാക്കുക. അതിനുശേഷം ഇതിങ്ങനെ വരുന്നത് നിങ്ങൾക്ക് കാണാം. ജസ്റ്റ് ഫിൽ സ്ക്രീൻ കൊടുത്തിട്ട് ഫിൽ സ്ക്രീൻ. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് മൂവ് ട്രാൻസ്ഫോമിൽ ചെന്നിട്ട് വീണ്ടും ഇവിടെ തന്നെ വന്നിട്ട് ഈ വട്ടം ഗ്രാഫ് 2 മണ്ടയ്ക്കോട്ടാക്കുക. ആ 2 എണ്ണവും മണ്ടയ്ക്കോട്ടാക്കുക. ഓക്കെ, അതിനുശേഷം ഇതിനകത്ത് വന്നിട്ട് എഫക്ട്സ് ചെന്നിട്ട് 2 എഫക്റ്റ് ഉണ്ടല്ലോ, കോപ്പി എഫക്റ്റ് കൊടുക്കുക. ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഒന്ന് നോക്കാം. അപ്പോൾ അതങ്ങോട്ട് കറക്റ്റായിട്ടില്ല. അതിനെന്ത് വേണമെന്ന് അറിയോ, ഇത് ജസ്റ്റ് ഒന്ന് സൈഡിൽ ഇങ്ങനെ ആക്കി കൊടുക്കുക. ഉണ്ടല്ലോ, ആ ഒരു ടൈമിങ്ങിൻ്റെ പ്രശ്നമാണ്. ഓക്കെ, ഇനി രണ്ടാമതായിട്ട് റൊട്ടേഷൻ.
റൊട്ടേഷൻ ഇച്ചിരി എളുപ്പമാണ്, പക്ഷേ ശ്രദ്ധിച്ച് നോക്കണമെന്നേ ഉള്ളൂ. ഇപ്പം ഞാൻ ഫുൾ സ്ക്രീൻ കൊടുത്തേക്കാം. ഓക്കെ, ഫുള്ളോട് ഫില്ല് കിടക്കുക. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ലെയർ ക്ലിക്ക് ചെയ്തിട്ട് മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ ചെന്നതിന് ശേഷം അവിടെ റൊട്ടേറ്റ് ഓപ്ഷൻ ഉണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു മാർക്കർ ആഡ് ചെയ്യുക, അതുപോലെ തന്നെ ഇവിടെ ഒരു മാർക്കർ ആഡ് ചെയ്യുക. അതിനുശേഷം റൊട്ടേഷൻ എൻ്റെ ഒരു -48 വരും കേട്ടോ. എന്നിട്ട് ആ ഒരു മാർക്കർ എൻഡിലോട്ടാക്കി വെച്ചേക്കുക. ഓക്കെ, ഇനി നമുക്ക് അതിനകത്തോട്ട് കുറച്ച് എഫക്ട്സ് ആഡ് ചെയ്യാനുണ്ട്. അത് നേരത്തെ ആഡ് ചെയ്ത 2 എഫക്റ്റ് തന്നെയാണ്, അത് രണ്ടും ക്രിയേറ്റ് ചെയ്യുക. ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ആഡ് എഫക്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ടൈൽസ് ഇട്ട് മിറർ ഓപ്പൺ ആക്കുക. വീണ്ടും ഒന്നുകൂടെ ടാപ്പ് ചെയ്ത് എഫക്ട്സ് ക്ലിക്ക് ചെയ്ത് ആഡ് എഫക്റ്റ് ക്ലിക്ക് ചെയ്ത് മോഷൻ ബ്ലർ ആഡ് ചെയ്തിട്ട് സ്കെയിലും ആംഗിളും ഓഫാക്കി ഇടുക. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്തോട്ട് വരാം. ഇതൊരു ഇച്ചിരി ഇങ്ങോട്ട് വന്നതിന് ശേഷം ഇതിനകത്തും റൊട്ടേഷൻ എടുക്കുക. റൊട്ടേഷൻ എടുക്കുന്നതിന് മുമ്പ് ഇതിനകത്ത് നിങ്ങൾ എത്ര റൊട്ടേഷനാണ് ഈ ആംഗിൾ കൊണ്ട് കൊടുത്തിരിക്കുന്നതെന്ന് ഒന്ന് നോക്കി ഓർത്ത് വെച്ചേക്കുക. -46. അപ്പോൾ ഇവിടെ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്തിട്ട് മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ ചെന്നിട്ട് റൊട്ടേഷൻ എടുത്തതിന് ശേഷം ഇവിടെ ഒരു മാർക്കർ ആഡ് ചെയ്യുക, ഇവിടെ ഒരു മാർക്കർ ആഡ് ചെയ്യുക. ഇനി ഈ ഒരു മാർക്കറിൻ്റെ വാല്യൂ എത്ര സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ മൈനസായിട്ട് എത്ര വെച്ചു അതിവിടെ പ്ലസ് വെച്ചു. അപ്പോൾ +40 കറക്റ്റ് വേണമെന്നില്ല, എന്നാലും അത്യാവശ്യം അതുപോലെയൊക്കെ സെറ്റാക്കുക. 42 വെച്ച്. ഓക്കെ, എന്നിട്ട് ഈ മാർക്കർ എടുത്ത് ഇങ്ങനെ സൈഡിലോട്ട് കൊണ്ടുവച്ചു. അതിന് ഇപ്പുറത്തായിട്ടൊരു മാർക്കർ എടുക്കുന്നുണ്ടാകും, നമുക്ക് മൈനസ് ചെയ്തേക്കാം. അതിനുശേഷം ഈ മാർക്കർ കൊണ്ടുവന്ന് ഇവിടെ വെച്ചു. ഇനി നേരത്തെ നമ്മൾ ഉണ്ടാക്കിയ എഫക്റ്റ് എല്ലാം ഇതിനകത്തൂടെ പേസ്റ്റ് ചെയ്യാണ്. ഓക്കെ, പേസ്റ്റ് വേണ്ടല്ലേ. പിന്നെ ഇതിനകത്ത് ഒരു കാര്യം കൂടെ നമ്മൾ ചെയ്യാനുണ്ട്. മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ ചെന്നിട്ട് ഗ്രാഫ് നമ്മൾ സെറ്റാക്കിയിട്ടില്ല. അപ്പോൾ ഗ്രാഫിനകത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഇത് ആദ്യം നമ്മൾ അപ്പർ സൈഡിലിട്ടല്ലേ കൊടുത്തത്, അപ്പോൾ ഇത് രണ്ടും തിരിച്ച് ഇപ്പുറ സൈഡിലോട്ടാക്കുക. ഓക്കെ, ആദ്യത്തെ ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്ട് ഇങ്ങനെയാണ് കൊടുക്കേണ്ടത്. രണ്ടാമത്തത് മറ്റേ രീതിയിൽ ആണല്ലേ. സ്മൂത്തായിട്ട് കിട്ടണമെങ്കിൽ ഗ്രാഫ് നിർബന്ധമാണ്, അല്ലെങ്കിൽ ഒരുമാതിരി നമുക്ക് ജസ്റ്റ് ഒരു അലമ്പ് മൂവ്മെൻറ്റേ കിട്ടത്തുള്ളൂ. സ്മൂത്തായിട്ട് കിട്ടണമെങ്കിൽ ഗ്രാഫ് എന്തായാലും നിർബന്ധമാണ്. അപ്പോൾ അത്രേ ഉള്ളൂ 2 ട്രാൻസിഷൻ. വീഡിയോ കുറച്ച് ലെങ്തായി പോയെന്നറിയാം. ഇത് നല്ലപോലെ പറഞ്ഞ് മനസ്സിലായില്ലെങ്കിൽ ഒന്നും മനസ്സിലാകത്തില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇച്ചിരി സ്ലോയിൽ വീഡിയോ പറഞ്ഞത്, അല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് പറഞ്ഞ് കേൾക്കുമായിരുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ സംഭവം. ഇനി ട്രാൻസിഷൻ, ബ്ലർ ട്രാൻസിഷനൊക്കെ പഠിക്കണമെന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ലിറിക്കൽ വീഡിയോ എഡിറ്റിംഗ് ഉണ്ട്, അത് ഞാനിവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ട്യൂട്ടോറിയൽ വേണമെന്ന് ആർക്കെങ്കിലും തോന്നുവാണെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്തേക്കുക. അതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ നമ്മൾ സെറ്റാക്കി വെക്കുന്നതായിരിക്കും. ഉണ്ടല്ലേ, സ്ലൈഡും അതുപോലെ തന്നെ റൊട്ടേഷൻ. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.